നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കേരളത്തിൽ 5 ലക്ഷം രൂപയ്ക്കോ 10 ലക്ഷം രൂപയ്ക്കോ ഒക്കെ വീടുകൾ നിർമ്മിക്കാൻ കഴിയുമോ? പലരും പല വീഡിയോകളായിട്ട് പറയുന്നുണ്ട്, ഇത് 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച വീടാണ്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് താഴെ തീർത്ത വീടാണെന്നൊക്കെ പല രീതിയിലുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോസായിട്ടൊക്കെ പലരും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് സത്യാവസ്ഥ എന്താണ്? അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണ്, നമ്മളിപ്പം ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. ഒരു വീട് വെക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒരു പെർമിറ്റ് എടുത്തിട്ട് വേണം വീട് വെക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള ഒരു ഫീസ് എത്ര രൂപയാണ് ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നതിനൊരു വീടിന് ഫീസ് ആകുന്നത്? ഇതിപ്പോൾ നമ്മൾ അടുത്തിടയ്ക്ക് ചെയ്ത ഒരു വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, 146 m² ഉള്ള ഒരു വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 7334 രൂപയാണ്. അതായത് 146 m² എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1500 മുകളിൽ സ്ക്വയർ ഫീറ്റ് വരും. ഇനി അടുത്ത നോക്കാം, 171 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 17,116 രൂപയാണ്. അപ്പോൾ 146 m² 171 m² തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിൽ വന്ന പെർമിറ്റിൻ്റെ ഫീസിൽ വ്യത്യാസം ഏകദേശം 10,000 രൂപയാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് 150 സ്ക്വയർ മീറ്റർ വരെ വരുന്ന ബിൽഡിംഗ് പെർമിറ്റിന് സ്ക്വയർ ഫീറ്റിന് 50 രൂപയും 150-ന് മുകളിലായി കഴിഞ്ഞാൽ 100 രൂപയാണ്. ഏകദേശം ഇരട്ടി രൂപയാണ്. ഇത് പഞ്ചായത്തിലാണ്. മുനിസിപ്പാലിറ്റി ആവുകയാണെങ്കിൽ ഇതിലും കൂടുതലാണ്, ഏകദേശം 120 രൂപയാണ് സ്ക്വയർ മീറ്ററിന് വരുന്നത്. അപ്പോൾ 150-ന് മുകളിലേക്ക്, അതായത് ഒരു സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് മാറിയാൽ പോലും ഏകദേശം ഇരട്ടിക്കാണ് ഫീസ് വരുന്നത്. ഇപ്പം 7,000 രൂപ എവിടെ കിടക്കുന്നു, 17,000 രൂപ എവിടെ കിടക്കുന്നു, അത് തമ്മിൽ വളരെ ഒരു അന്തരമാണ്. ഇപ്പോൾ ഒരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 150 സ്ക്വയർ മീറ്ററിൽ താഴെയാണെങ്കിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിൽ ഇത്രയും വ്യത്യാസം വരുമെന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം പറയുകയാണ്. നമുക്കിപ്പോൾ സാധാരണ ഒരു വീട് വെക്കാൻ പോകുന്നവർ എങ്ങനെയായാലും ഒരു 3 ബെഡ്റൂം അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കിച്ചണ്, ടോയ്ലറ്റ്, ലിവിങ്, ഡൈനിങ്, സിറ്റ് ഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ എങ്ങനെയായ ഒരു 150 സ്ക്വയർ മീറ്ററിന്, അതായത് ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലായിരിക്കും വരുന്നത്. ഒരു 150 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 1600 സംതിങ് സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ അതിന് മുകളിലായിരിക്കും വരുന്നത്. ഇനിയും കുറച്ചും കൂടെ ഒരു 2 ബെഡ്റൂമോ അല്ലെങ്കിൽ 3 ബെഡ്റൂമിൽ തന്നെ കുറച്ചും കൂടെ ബഡ്ജറ്റ് താഴ്ത്തി സ്ക്വയർ ഫീറ്റിൽ താഴ്ത്തി ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ പകുതിയായിട്ട് ഫീസ് കുറഞ്ഞു കിട്ടും. അപ്പോൾ വലിയൊരു അന്തരമാണ് ഇത്, നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ, ഇത് തന്നെ നമുക്കൊരു ആധാരമായിട്ട് എടുത്തുകൊണ്ട് നമുക്കൊരു വീട് വെക്കാൻ പോകണമെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിന് ആവശ്യമായ ഫീസിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയും അതിനകത്ത് ഇത് ഡ്രോയിങ് ചെയ്യണമെങ്കിൽ എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിന് അവരുടേതായിട്ടൊരു ഫീസുണ്ട്. അത് അതിൻ്റെ ഡിസൈൻ ചെയ്യണം. അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിന് ആവശ്യമായിട്ട് ഇപ്പം കെ-സ്മാർട്ട് പോലെയുള്ള കാര്യങ്ങളിൽ കൂടെ പഞ്ചായത്തിൽ സങ്കേതമാണ്, അപ്പോൾ അതും അടുത്തിടെ മാറാൻ പോവുകയാണ്. അപ്പോൾ അതിൽ കൂടി ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. അപ്പോൾ അതിനാവശ്യമായ ഒരു ഫീസ് അവർക്ക് വരും. പിന്നെ അല്ലാതുള്ള ചിലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വീട് വെക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ആവശ്യമായിട്ട് വരും. മേടിച്ചിരിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ അതിലൊരു വീട് വെക്കാൻ പറ്റണമെന്നില്ല. ഒരു പക്ഷേ കിണർ കുഴിക്കേണ്ടതായിട്ട് വരും, കറണ്ട് കണക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും, ഇനി ചുറ്റും മതിൽ ആവശ്യമാണെങ്കിൽ മതിൽ കെട്ടേണ്ടതായിട്ട് വരും. ഇനിയും അതിനകത്ത് മണ്ണിറക്കി ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് വരും. ഇനി മണ്ണ് കൂടുതലാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ചിലവുകൾ വരും. അപ്പോൾ ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ ഉള്ള ഒരാൾക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വെക്കണമെങ്കിൽ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ്, അതായത് കല്ലിടുന്നതിന് മുമ്പ് തന്നെ വരുന്ന ചിലവുകളാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ഈ പറഞ്ഞതുപോലെ പരസ്യത്തിൽ പറയുന്ന പോലെ ഒരു 5 ലക്ഷത്തിന് വീട് ചെയ്യാം അല്ലെങ്കിൽ 10 ലക്ഷത്തിന് വീട് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഇതേപോലെയുള്ള വീടുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഈ 3 ബെഡ്റൂമോ അല്ലെങ്കിൽ 2 ബെഡ്റൂമിൽ കൂടുതലായിട്ടുള്ള വീടുകൾ, ഇപ്പം വീടുകൾ അങ്ങനെയുള്ള ബെഡ്റൂമിൻ്റെ കണക്കല്ല, ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ പോലും നമുക്ക് ഇതേപോലെയുള്ള ബഡ്ജറ്റുകൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അത് 10 ലക്ഷത്തിന് ഈ വർക്കുകൾ തീരില്ല. ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു പൊലിമ കണ്ടിട്ടോ വീടിൻ്റെ ഭംഗി കണ്ടിട്ടോ ആ വീടിൻ്റെ എലിവേഷൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും പലരും അയ്യോ ഇത്രയും നല്ലൊരു വീട് ഈ ഒരു എമൗണ്ടിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് അതിനകത്ത് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നുണ്ടാവില്ല. അതിനകത്ത് വരുന്ന ഫിനിഷിംഗ് വർക്കുകൾ, അതിനകത്ത് വരുന്ന ടൈൽ ഏതാണ്, പെയിൻറ്റ് ഏതാണ്, അതിനകത്ത് ഡോർസ് വിൻഡോസ് ഏതാണ്, അങ്ങനെ പല പല ഘടകങ്ങൾ അതിനകത്ത് പല ബഡ്ജറ്റിലുള്ള ഐറ്റംസ് ഉണ്ട്. നമുക്കിപ്പം ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ഡോറ് വെച്ചിട്ട് ജസ്റ്റ് അതിനൊരു ഗ്രില്ല് കൊടുത്ത് ചെറിയ രീതിയിൽ ആ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ അവിടെ വുഡോ സ്റ്റീലോ അല്ലെങ്കിൽ WPC പോലെയുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതിനകത്ത് ബഡ്ജറ്റ് വ്യത്യാസം വരും. ഇനിയും ഇതിൻ്റെ ഫൗണ്ടേഷൻ എടുത്താൽ തന്നെ ഫൗണ്ടേഷനകത്ത് നമുക്കിപ്പോൾ ഉയർത്തിയെടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തെടുക്കേണ്ടതാണെങ്കിലോ അല്ലെങ്കിൽ മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആ ഫൗണ്ടേഷന് തന്നെ ഏകദേശം ഒരു വീടിൻ്റെ 15 അല്ലെങ്കിൽ ഒരു 20% പൈസ ഫൗണ്ടേഷന് തന്നെയാവും. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു ബഡ്ജറ്റിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരിക്കലും 10 ലക്ഷത്തിൽ താഴെ ഒരു വീട് വെക്കാൻ പറ്റില്ല. ഇനി ഒരു 500-600 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് വെക്കാം. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ വർക്ക് വരെ മാത്രമേ നമുക്കതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഏകദേശം ഒരു 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപ വരെ അതിൻ്റെ സ്ട്രക്ചർ വർക്ക്, അതായത് അതിൻ്റെ പ്ലാസ്റ്ററിങ് വരെയുള്ള പണികൾ ചെയ്യാൻ നമുക്ക് ഏകദേശം ചിലവാകും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ നമുക്ക് ആ സ്ട്രക്ചർ വർക്കിന് മാത്രം. പിന്നെ അതിലേക്ക് വരുന്ന ഫിനിഷിംഗ് വർക്കുകൾ, പെയിൻറ്റിങ്, ടൈലിങ്, പ്ലംബിങ്, ഇലക്ട്രിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ അതനുസരിച്ച് ബാക്കി എമൗണ്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരും. പലപ്പോഴും ഇങ്ങനെയുള്ള വീടുകളുടെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടായിരിക്കും അവർ പറയുന്നത്. ഒരു പക്ഷേ ഫൗണ്ടേഷനകത്ത് ഇടുന്ന മണ്ണിൻ്റെ കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇനി ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ അതിനകത്ത് വരുന്ന ഇൻബിൽറ്റ് ആയിട്ടുള്ള വയറിങ് അല്ലെങ്കിൽ കോണ്ടിവിട്ട് വർക്കുകൾ അല്ലെങ്കിൽ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഫാനും ലൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് തന്നെ ബഡ്ജറ്റ് കൂട്ടുകയുള്ളൂ. അതിനകത്ത് ഇപ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രിക്കൽ പോയിൻറ്റ്, ഒരു പ്ലഗ് പോയിൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിൽ ഒരു ലൈറ്റ് കൂടാതെ അഡീഷണൽ ഒരു ലൈറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ ബഡ്ജറ്റിനകത്ത് ഒരു പക്ഷേ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല. ഇനിയും ടോയ്ലറ്റ് എടുത്താൽ തന്നെ അതിനകത്ത് ഒരു ടാപ്പ്, ഒരു ക്ലോസറ്റ്, ഒരു വാഷ് ബേസിൻ, അത്രയും കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിനകത്ത് ഷവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇനി ക്ലോസറ്റ് വില കൂടിയത് ഇപ്പോൾ ഒരു 3000-1500 രൂപയുടെ ക്ലോസറ്റ് ആയിരിക്കും അതിനകത്ത് ബഡ്ജറ്റ് കൂട്ടിയിട്ടുണ്ടാവുക. ഇനി വാഷ് ബേസിൻ ആണെങ്കിൽ തന്നെ ഒരു 1000 രൂപ 1500 രൂപയുടെ ചെറിയ കോർണർ വാഷ് ബേസിൻ പോലെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളൊരു പക്ഷേ കാണുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. ഇനിയും ആദ്യം നമ്മൾ ഡോർസിൻ്റെയും വിൻഡോസിൻ്റെയും കാര്യം പറഞ്ഞു. അതും പല രീതിയിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൺഷെയ്ഡ് അല്ലെങ്കിൽ റൂഫിൽ വരുന്ന എക്സ്ട്രാ എന്തെങ്കിലും എലിവേഷനിൽ വരുന്ന സ്ലാബുകളോ മോഡിഫിക്കേഷനായിട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ജസ്റ്റ് വെറുതെ ഒരു സൺഷെയ്ഡ്, അതിന് മുകളിലൊരു പാരപ്പറ്റ് മാത്രമായിരിക്കും ഓരോ ബഡ്ജറ്റിനകത്ത് പറയുന്നത്. പിന്നീട് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അതിനകത്ത് വരുന്ന എലിവേഷന് എന്തെങ്കിലും ഗ്രൂ കട്ടിങ്, ക്ലാഡിങ് ടൈൽസുകൾ, അല്ലെങ്കിൽ എക്സ്ട്രാ ഫർണിഷിംഗ് ആയിട്ട് നമുക്ക് കാണാൻ ഭംഗി വരുത്തുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരും. ഇനിയും അതിനകത്ത് വരുന്ന റൂഫ് സ്ലാബിൻ്റെ തിക്നെസ് സാധാരണ 4 ഇഞ്ച് കനത്തിലാണ് 8 mm കമ്പി ഉപയോഗിച്ചാണ് അതിൻ്റെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പി കെട്ടുന്നത്. അതിനകത്ത് വരുന്ന സ്പേസിങ് അതിൻ്റെ സ്പാൻ അനുസരിച്ച് 15 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെയൊക്കെ കൊടുക്കാറുണ്ട്. ചിലപ്പം ഡബിൾ ലെയറായിട്ട് അല്ലെങ്കിൽ ക്രാങ്ക് വളച്ചൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പക്ഷേ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരിക്കത്തില്ല അതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത്. ചിലപ്പോൾ കമ്പിയുടെ അകലം കൂട്ടിയായിരിക്കാം. ഇനി 8 mm കമ്പിക്ക് പകരം അതിൽ കുറഞ്ഞ കമ്പികളോ അല്ലെങ്കിൽ ISI മാർക്കുള്ള ബ്രാൻഡഡ് കമ്പികളല്ലാത്തവയോ ആയിരിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിനകത്ത് ഹൈഡ് ചെയ്തിട്ട് പറയുന്നുണ്ടാവാം. അപ്പം ഏതാണ് ശരിയായ രീതി? ഒരിക്കലും 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കെന്നാൽ 10 ലക്ഷം രൂപയ്ക്ക് ഈ വീട് കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്കിത് ചെയ്യാം എന്നൊരു ധാരണയിൽ നമുക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുക. നമുക്കറിയേണ്ട എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ 10 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനകത്ത് എത്ര ബെഡ്റൂം ഉണ്ടാകും, അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഇനിയും ഫ്ലാറ്റായിട്ടുള്ള ലാൻഡിലാണെങ്കിലാണ് ഈ റേറ്റ്, ഇനി അഥവാ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മണ്ണെടുത്ത് മാറ്റേണ്ടതോ ആയിട്ടുള്ള, ഇനി റോഡ് വീതി കുറഞ്ഞത്, മെറ്റീരിയൽസ് ലോഡ് ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഈ റേറ്റിൽ ചെയ്യാൻ പറ്റുമോ, വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും കണക്ഷൻ എങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള പല ഘടകങ്ങളെ അനുസരിച്ചാണ് ഇതിനകത്ത് റേറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക എന്നുള്ളത്. അതേപോലെ കറണ്ട്, വെള്ളം, വഴി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമായിരിക്കണം നമുക്കതിൻ്റെ ബഡ്ജറ്റ് കണക്ക് കൂട്ടാൻ. ഇതൊന്നും ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ബഡ്ജറ്റിനകത്തോ വരുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ അഡീഷണലായിട്ട് വരുന്നത്. അതൊന്നും ആരും ഒരുപക്ഷെ ആദ്യത്തെ കണക്കിനകത്ത് പെടാതെ, അല്ലെങ്കിൽ അതൊന്നും ചിലപ്പോൾ അവർ വിട്ടുപോകും, ഇതൊന്നും വരില്ല അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കില്ല. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നത്. പിന്നീട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഇൻറ്റീരിയർ വർക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ ഒരു പരസ്യം കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകാതെ എന്തുകൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏത് രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 1500 അല്ലെങ്കിൽ 1600 സ്ക്വയർ ഫീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പെർമിറ്റ് തന്നെ, ബിൽഡിംഗ് പെർമിറ്റിന് തന്നെ ഏകദേശം ഈ പറഞ്ഞ എമൗണ്ട് ആണ് ആകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അതെടുക്കുന്നതിൻ്റെ ഫീസ്, അതിന് എഞ്ചിനീയർക്ക് വരുന്ന ഫീസ്, അതൊക്കെ തന്നെ നമുക്ക് തുടക്കത്തിൽ ഒരു 50,000 രൂപ ഇതിനകത്ത് ചിലവായിട്ട് വരും. പിന്നീട് വരുന്ന വർക്കുകൾ വേറെയാണ് വരുന്നത്. ആദ്യം പറഞ്ഞ പോലെ കോമ്പൗണ്ട് വോള്, കിണർ, കറണ്ടിൻ്റെ പോസ്റ്റ് ഇടണമെങ്കിൽ അതിൻ്റെ ചിലവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറേ ഒരു 1-2 ലക്ഷം രൂപ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വീടിന് നമുക്ക് ചിലവായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരിക്കണം നമ്മളൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ, വീടിൻ്റെ സ്ട്രക്ചറലി നമ്മളൊരു സ്ട്രക്ചർ വർക്ക് ചെയ്യുമ്പം അതിനകത്ത് വരുന്ന എക്സ്ട്രാ വർക്കുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അതിനകത്ത് ചിലവ് കൂടുന്നത് എന്നതിനെപ്പറ്റിയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിനെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വർക്കുകൾ വരുമ്പോഴാണ് ചിലവ് കൂടുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു സൺഷെയ്ഡും പാരപ്പറ്റും മാത്രം ചെയ്ത് അതിൻ്റെ എലിവേഷൻ ചെയ്യുന്ന രീതിയും ഇത് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് അതിന് എലിവേഷനകത്ത് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കുറേ ബോക്സ് വർക്കുകൾ, പർഗോളാസ്,
ബീമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകളെ പറ്റി ആ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ലോങ് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്കിലും ലോങ് വീഡിയോ ആയിട്ട് ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.